വെൽക്കം ടു എ ന്യൂ ഫിസിക്സ് ക്ലാസ്. നമ്മൾ മോഷൻ ഇൻ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. നമ്മളതിൽ ഒരു ടോപ്പിക് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. അതായത് നമ്മൾ ലാസ്റ്റ് പ്രൊജക്റ്റൈൽ മോഷൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്കതിൽ ഒരു മോഷൻ കൂടെയാണ് നമുക്ക് ബാക്കിയുള്ളത്. ദാറ്റ് ഈസ് യൂണിഫോം സർക്കുലർ മോഷൻ. ഓക്കെ, ഞാൻ പറഞ്ഞു ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നമുക്ക് രണ്ട് സെക്ഷനാണുള്ളത്. അഥവാ 2 ഡയമെൻഷൻ അല്ലെങ്കിൽ മോഷൻ ഇൻ പ്ലെയിനിന് ബെസ്റ്റായിട്ടുള്ള രണ്ട് എക്സാമ്പിളാണ്. ഒന്ന് പ്രൊജക്റ്റൈൽ മോഷന്, രണ്ടാമതാണ് യൂണിഫോം സർക്കുലർ മോഷൻ. അല്ലേ, നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന ഒരു പ്രത്യേകതരം മോഷനാണ് സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. അല്ലേ, എക്സാമ്പിൾ മോഷൻ ഓഫ് എർത്ത് അറൗണ്ട് സൺ, അതുപോലെ തന്നെ മോഷൻ ഓഫ് ഇലക്ട്രോൺ, റവല്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് അറൗണ്ട് ന്യൂക്ലിയസ്. ഇതൊക്കെ നമുക്ക് സർക്കുലർ മോഷനായിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു യൂണിഫോം സർക്കുലർ മോഷനുള്ളൊരു ബോഡി എങ്ങനെയാണ് അതിൻ്റെ മോഷൻ, അത് മോഷൻ്റെ ഏത് ഡയറക്ഷനിലാണ് ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്നത്, ആക്സിലറേഷൻ്റെ വാല്യൂ എന്താണ്, അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വി ഹാവ് ടു ഡിഫൈൻ വാട്ട് യു മീൻ ബൈ യൂണിഫോം സർക്കുലർ മോഷൻ. Okay, let's consider we have an object is moving through a circle of radius r. ഓക്കെ, ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള ഒരു സർക്കുലർ പാത്തിലൂടെ കോൺസ്റ്റൻറ്റ് സ്പീഡിലൊരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വാട്ട് യു മീൻ ബൈ യൂണിഫോം സർക്കുലർ മോഷൻ, അല്ലെങ്കിൽ യൂണിഫോം സർക്കുലർ മോഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. If an object follows, നോക്കൂ ഡെഫിനിഷൻ ശ്രദ്ധിക്കൂ. If an object follows a circular path with a constant speed, its motion is known as യൂണിഫോം സർക്കുലർ മോഷൻ. ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡ്, ആ ഇമ്പോർട്ടൻ്റ് ആണ്, ആ സ്പീഡാണ് അവിടെ കോൺസ്റ്റൻറ്റ്. ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ദ സ്പീഡ് ഈസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ മോഷൻ. ആ സ്പീഡിന് പകരം നിങ്ങൾ വെലോസിറ്റി എന്ന് എഴുതിയാൽ ഡെഫിനിഷൻ തെറ്റിപ്പോയി. നമ്മൾ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഒരു യൂണിഫോം സർക്കുലർ മോഷനുള്ള ബോഡിക്ക് ഒരിക്കലും വെലോസിറ്റി നമുക്ക് കോൺസ്റ്റൻ്റ് ആക്കി സെറ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, നോക്കാം. അപ്പോൾ എന്താണ് ആ ഡെഫിനിഷൻ എന്ന് ഞാൻ പറയാം. ഇഫ് ആൻ ഒബ്ജക്റ്റ് ഫോളോസ് എ സർക്കുലർ പാത്ത് വിത്ത് എ കോൺസ്റ്റൻറ്റ് സ്പീഡ്, ഇറ്റ്സ് മോഷൻ ഈസ് നോൺ ആസ് യൂണിഫോം സർക്കുലർ മോഷൻ. അപ്പോൾ ആ ഹെഡിങ്ങിൽ യൂണിഫോം എന്ന് പറയുന്നത് ഏതാണ്, ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് യൂണിഫോം ആവുന്നത്? ഓൺലി ദ സ്പീഡ് ഓഫ് ദ ഒബ്ജക്റ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, എന്താ അപ്പോൾ അതിന് ഇത്ര വലിയൊരു ഇമ്പോർട്ടൻസ്? സ്പീഡ് മാത്രമേ കോൺസ്റ്റൻ്റ് ഉള്ളൂ. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യണം? ഈ സർക്കുലർ മോഷനിൽ ഈ കർവ്ഡ് പാത്തിലൂടെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ ഏത് ഡയറക്ഷനിലാണ് വെലോസിറ്റി പറയാൻ നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്താണ്. വെലോസിറ്റി ഈസ് ആൾവേസ് ആക്ടിങ് എലോങ് ദി ടാൻജൻറ്റ്. ഓക്കെ, ലെറ്റ്സ് കൺസിഡർ വി ഹാവ് ആൻ ഒബ്ജക്റ്റ് ഫോളോസ് എ സർക്കുലർ പാത്ത് ആൻഡ് ഈസ് മൂവിങ് ഇൻ ദിസ് ഡയറക്ഷൻ. ഇങ്ങനെ ഒരു സർക്കുലർ പാത്തിലൂടെ ഈ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡ്, ഇപ്പോൾ എക്സാമ്പിൾ ഒരു 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റ് ഒരു ഗിവൺ ഇൻസ്റ്റൻ്റിൽ ഈ ഒരു പോയിന്റിൽ എത്തിയെന്ന് അസ്യൂം ചെയ്യാം. ആ പോയിന്റിലെത്തുമ്പോൾ വാട്ട് അബൌട്ട് ദി ഡയറക്ഷൻ ഓഫ് മോഷൻ? ഡയറക്ഷൻ ഓഫ് മോഷൻ കണ്ടെത്താനുള്ള മെത്തേഡ് എന്താണ്? യു ഹാവ് ടു ഡ്രോ എ ടാൻജൻറ്റ് ടു ദിസ് സർക്കിൾ അറ്റ് ദി പോയിന്റ്. ഈ പോയിന്റിൽ ഈ സർക്കിളിന് ടാൻജൻറ്റ് കൊടുക്കുക. ഒരു സർക്കിളിന് ഒരു പോയിന്റിൽ ടാൻജൻറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ പോയിന്റും സെൻറ്ററും ജോയിൻ ചെയ്യുന്ന ലൈന് അത് നോർമലാണ്. ഈ പോയിന്റ്, ഇപ്പോൾ എക്സാമ്പിൾ എ എന്ന് പറയുന്ന പോയിന്റിൻ്റെ നോർമലാണ് ആ പോയിന്റും സെൻറ്ററും തമ്മിൽ ജോയിൻ ചെയ്ത് വരക്കുന്ന ലൈന്. അപ്പോൾ ടാൻജൻറ്റ് എന്ന് പറയുന്ന ഈ ലൈനിന് 90 ഡിഗ്രിയിലുള്ള ഒരു ലൈന്. അപ്പോൾ ഇതിന് 90 ഡിഗ്രിയിൽ ഞാൻ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ദിസ് ഈസ് ദ നോർമൽ അറ്റ് ദിസ് പോയിന്റ്. ഈ നോർമൽ എന്ന് പറയുന്ന നോക്കൂ, ഓക്കെ മനസ്സിലാക്കൂ ഈ ഡയറക്ഷൻ. അപ്പോൾ വെലോസിറ്റിയുടെ വാല്യൂ, വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഞാൻ ഇതിനെ വെക്റ്റർ v1 എന്ന് പറയണം. എന്താ മനസ്സിലാക്കാം? when the object reaches at the point, direction of motion is along the tangent. And after some time, depends on the speed and the after some time, let's consider that particle reaches at another point B. A എന്നുള്ളത് എയിൽ നിന്ന് ആഫ്റ്റർ സം ടൈം ബി എന്ന് പറയുന്ന പോയിന്റിലെത്തും. ദെൻ വാട്ട് അബൌട്ട് ദി ഡയറക്ഷൻ ഓഫ് മോഷൻ അറ്റ് ദിസ് പോയിന്റ്? അഗെയിൻ യു ഹാവ് ടു ഡ്രോ ടാൻജൻറ്റ്. അതായത് ഇവിടുന്ന് നമ്മൾ ഈ പോയിന്റിൽ ഡയറക്ഷൻ ഓഫ് മോഷൻ കിട്ടാൻ ഈ സർക്കിളിന് ഈ പോയിന്റിൽ നമ്മൾ ടാൻജൻറ്റ് വരച്ച പോലെ ബി എന്ന് പറയുന്ന പോയിന്റിലെത്തുമ്പോൾ ഡയറക്ഷൻ ഓഫ് മോഷൻ ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്? അഗെയിൻ യു ഹാവ് ടു ഡ്രോ ടാൻജൻറ്റ് അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പോൾ ഇവിടെ ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ ഡയറക്ഷൻ ഇങ്ങനെ ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ഞാൻ ഇതിനെ v2 എന്ന് പറയണം. ഓക്കെ, അപ്പോൾ ടാൻജൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഡയറക്ഷനിലല്ല ഇവിടെയുള്ള ഡയറക്ഷൻ. അതേപോലെ ലെറ്റ്സ് കൺസിഡർ മറ്റൊരു ഡയറക്ഷൻ ഞാൻ കൺസിഡർ ചെയ്യുന്നു. സി എന്ന് പറയുന്ന മറ്റൊരു പോയിന്റ്. അപ്പോൾ ഈ ഒരു പോയിന്റിലൂടെ കടന്നു പോകുമ്പോൾ ഡയറക്ഷൻ ഓഫ്
എന്താണ് ഞാൻ പറഞ്ഞു, ടാൻജൻറ്റ് വരക്കാൻ ഈ നോർമലിന് 90 ഡിഗ്രിയിൽ വരക്കുക. അപ്പോൾ നോർമലിന് 90 ഡിഗ്രിയിൽ ഇവിടുന്ന് ഇങ്ങോട്ടും വരച്ചുകൂടെ ഡൗട്ട് വരും. അപ്പോൾ ഇങ്ങോട്ടല്ല, നമ്മൾ ഡയറക്ഷനും മോഷൻ നോക്കുക. ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നിങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസിലാണ്. അപ്പോൾ ആ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിലുള്ള ഡയറക്ഷനിൽ ടാൻജൻറ്റ് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടെ ഇങ്ങോട്ടല്ല, ഈ ഡയറക്ഷനിൽ ഇങ്ങോട്ട്. അപ്പോൾ V3. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഞാനിപ്പോൾ ഇവിടെ 3 പോയിന്റിൽ A, B, C ഈ 3 പോയിന്റിൽ ഞാൻ ടാൻജൻറ്റ് വരച്ചു. അങ്ങനെ ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ 3 ടാൻജൻറ്റും 3 ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. ആ ടാൻജൻറ്റിലൂടെയാണ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് മോഷൻ. ഓക്കെ, അപ്പോൾ ഈവൺ ദോ ദ സ്പീഡ് ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്, 5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെ എത്തുമ്പോഴുള്ള സ്പീഡ് എത്രയാണ്, 5 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെയുള്ള സ്പീഡോ 5 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെയുള്ള സ്പീഡും 5 മീറ്റർ പെർ സെക്കൻഡ്. പക്ഷേ ഡയറക്ഷൻ ഒന്ന് ഇങ്ങോട്ട്, ഒന്ന് ഇങ്ങോട്ട്, ഒന്ന് ഇങ്ങോട്ട്. ദാറ്റ് ഈസ് ഡയറക്ഷൻ ഈസ് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ്. ദാറ്റ് മീൻസ് നമുക്കൊരിക്കലും വെക്റ്റർ V1 ഈസ് ഈക്വൽ ടു വെക്റ്റർ V2 ഈസ് ഈക്വൽ ടു വെക്റ്റർ V3 എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല. ദാറ്റ് ഈസ് വെക്റ്റർ V1 നോട്ട് ഈക്വൽ ടു വെക്റ്റർ V2 നോട്ട് ഈക്വൽ ടു വെക്റ്റർ V3. എന്താണ് V1, V2, V3? വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി വെൻ ദ ഒബ്ജക്റ്റ് ഈസ് അറ്റ് A, B, C. അപ്പോൾ 3 പോയിന്റിലെത്തുമ്പോൾ 3 വെലോസിറ്റിയാണുള്ളത്. പക്ഷേ ഈ 3 വെലോസിറ്റിയുടെയും മാഗ്നിറ്റ്യൂഡ്, ദാറ്റ് ഈസ് V1, മാഗ്നിറ്റ്യൂഡ് ഓഫ് V1 ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് V2 ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് V3 ഈസ് ഈക്വൽ ടു V ഈസ് നോൺ ആസ് ഈക്വൽ ടു സ്പീഡ്. ഉണ്ടോ? അപ്പോൾ സ്പീഡ് അഥവാ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ഓക്കെ കോൺസ്റ്റൻ്റ് ആണ്. എന്ത് കോൺസ്റ്റൻ്റ് അല്ല? വെലോസിറ്റിയുടെ ഡയറക്ഷൻ കോൺസ്റ്റൻ്റ് അല്ല. വെലോസിറ്റി വെലോസിറ്റി മനസ്സിലാക്കുക നിങ്ങൾ. വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ. എ വെക്റ്റർ ചേഞ്ച് ഇഫ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഓർ ഡയറക്ഷൻ ഓർ ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ചേഞ്ചസ്. ഒരു വെക്റ്റർ ചേഞ്ച് ചെയ്യാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഒന്നുകിൽ മാഗ്നിറ്റ്യൂഡ് മാറുക, അല്ലെങ്കിൽ ഡയറക്ഷൻ മാറുക, അല്ലെങ്കിൽ ഇത് രണ്ടും മാറുക. അപ്പോൾ ഈ കേസിൽ മാഗ്നിറ്റ്യൂഡ് 5 മീറ്റർ പെർ സെക്കൻഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിലും ഡയറക്ഷൻ മാറുന്നത് കൊണ്ട് ഒരിക്കലും നമുക്ക് വെലോസിറ്റി കോൺസ്റ്റൻ്റ് എന്ന് പറയാൻ പറ്റില്ല. എന്ത് മാത്രമേ കോൺസ്റ്റൻ്റ് ഉള്ളൂ? സ്പീഡ്. അപ്പോൾ അതുകൊണ്ടാണ് ഡെഫിനിഷൻ ഓഫ് യൂണിഫോം സർക്കുലർ മോഷൻ എന്താണ്? If an object follows a circular path with a constant speed, the motion is known as uniform circular motion. അപ്പോൾ ഓഫ് കോഴ്സ് ഒരു ക്വസ്റ്റ്യൻ വരും, എന്താണ്? വെലോസിറ്റി ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്. വെലോസിറ്റി ഈസ് ചേഞ്ചിങ് കണ്ടിന്യൂസ്ലി. കണ്ടിന്യൂസ് ആയിട്ട് വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടൈം വെലോസിറ്റി മാറുന്നു. വിത്ത് റെസ്പെക്ട് ടു ടൈം വെലോസിറ്റി മാറുന്നതിനെയാണല്ലോ എന്ത് പറയാം? ദർ ഈസ് ആക്സിലറേഷൻ എന്ന് പറയാം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കുക, if an object is in uniform circular motion, there is an acceleration acting on the particle due to the change in direction of velocity, അല്ലെങ്കിൽ due to the change in velocity. ഓക്കെ, അപ്പോൾ യൂണിഫോം സർക്കുലർ മോഷനുള്ള ഒരു ബോഡിക്ക് സ്പീഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിലും there is an acceleration because there is change in വെലോസിറ്റി. വെലോസിറ്റി ചേഞ്ചിനെയാണല്ലോ ആക്സലേഷൻ എന്ന് പറയാം. വെലോസിറ്റി ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണല്ലോ ആക്സലറേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിഫോം സർക്കുലർ മോഷനുള്ള ഒരു ബോഡിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആക്സലറേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഒരു പ്രത്യേകമായ ഒരു മോഷനാണ് അത്. നോക്കൂ, നമ്മൾ സാധാരണ നമ്മുടെ മനസ്സിൽ എന്താണ് ആക്സലറേഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സ്പീഡിൽ മാറ്റം വരുമ്പോഴല്ലേ ആക്സലറേഷൻ ഉണ്ടാവുക എന്ന് പറയാം. അപ്പോൾ സ്പീഡ് മാറണമെന്നില്ല, എന്ത് ചെയ്താലും മതി, വെലോസിറ്റി മാറിയാൽ മതി. വെലോസിറ്റി മാറാൻ വെലോസിറ്റിയുടെ വാല്യൂ മാറണമെന്നില്ല, ഡയറക്ഷൻ മാറിയാൽ തന്നെ മതി. അപ്പോൾ ഇവിടെ യൂണിഫോം സർക്കുലർ മോഷനുള്ള ബോഡിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ആക്സലേഷൻ ഉണ്ട്. അതിൻ്റെ റീസൺ ചോദിച്ചാൽ ഡ്യൂ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി. ആ വെലോസിറ്റിയിലെ ചേഞ്ചിൻ്റെ കാരണം എന്താണ്? ഡയറക്ഷൻ ഓഫ് മോഷൻ മാറുന്നത് കൊണ്ട് ചേഞ്ച് ഇൻ വെലോസിറ്റി വരുന്നു. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടെ പല പല ടൈപ്പ് കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ക്യാൻ എ ബോഡി ഹാവ് കോൺസ്റ്റൻറ്റ് സ്പീഡ് ബട്ട് വേരിയബിൾ വെലോസിറ്റി? ഒരു ബോഡിക്ക് കോൺസ്റ്റൻറ്റ് സ്പീഡ് ഉണ്ട്, പക്ഷേ വെലോസിറ്റി വേരി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു മോഷൻ പോസിബിൾ ആണോ? ഞാൻ ക്വസ്റ്റ്യൻ കൂടെ പറയാം. ക്യാൻ എ ബോഡി ഹാവ് എ കോൺസ്റ്റൻറ്റ് സ്പീഡ് ബട്ട് വേരിയിങ് വെലോസിറ്റി? കോൺസ്റ്റൻറ്റ് സ്പീഡാണ്, പക്ഷേ വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുക. അത് പോസിബിൾ ആണോ? യെസ്. ഇൻ ദ കേസ് ഓഫ് യൂണിഫോം സർക്കുലർ മോഷൻ, ഈവൻ ദോ സ്പീഡ് ഈസ് എ കോൺസ്റ്റൻറ്റ്, ഡ്യൂ ടു ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് മോഷൻ വെലോസിറ്റി കണ്ടിന്യൂസ്ലി ചേഞ്ചസ്. ഇതേ ക്വസ്റ്റ്യൻ മറ്റൊരു രീതിയിൽ ചോദിക്കാം, ക്യാൻ എ ബോഡി ഹാവ് കോൺസ്റ്റൻറ്റ് സ്പീഡ് ബട്ട് സ്റ്റിൽ ആക്സലറേറ്റിംഗ്? കോൺസ്റ്റൻറ്റ് സ്പീഡ് ഉണ്ട് എന്നിട്ടും സിസ്റ്റം ആക്സലറേറ്റ് ചെയ്യുമോ എന്നുള്ളതാണ്. സാധാരണ സ്പീഡ് മാറുമ്പോൾ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പിന്നെ ആക്സലേഷൻ ഉണ്ടാവില്ല, നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രം ആലോചിച്ചാൽ നമുക്ക് അങ്ങനെ തോന്നും. പക്ഷേ സ്പീഡ് ഡയറക്ഷൻ വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറിയാൽ തന്നെ ആക്സലേഷൻ ഉണ്ടാവും. അതുകൊണ്ട് ക്യാൻ എ ബോഡി ഹാവ് കോൺസ്റ്റൻറ്റ് സ്പീഡ് ബട്ട് സ്റ്റിൽ ആക്സലറേറ്റിംഗ്? യെസ്, ഇറ്റ് ഈസ് പോസിബിൾ ഇൻ ദ കേസ് ഓഫ് യൂണിഫോം സർക്കുലർ മോഷൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഇപ്പോൾ എന്ത് മനസ്സിലാക്കി? യൂണിഫോം സർക്കുലർ മോഷനുള്ള ഒരു ബോഡിക്ക് ആക്സലറേഷൻ ഉണ്ട്,
ഓക്കെ, അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് വേണ്ടത് വാട്ട് അബൌട്ട് ദി ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ, വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ. ഓക്കെ, നോക്കാം. അപ്പോൾ പിന്നെ യൂണിഫോം സർക്കുലർ മോഷൻ പിന്നെ നമ്മൾ ഡിഫൈൻ ചെയ്തു. അതിൽ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്. സ്പീഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിലും വാട്ട് അബൌട്ട് ദി ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി? യൂണിഫോം സർക്കുലർ മോഷൻ ബോഡി ഇതുപോലെ സർക്കുലർ പാത്തിൻ്റെ പല പല പോയിൻറ്റ്സിലാണിലൂടെ കടന്നു പോകുന്നത്. ഓരോ പോയിന്റിലെത്തുമ്പോഴും വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചോദിച്ചാൽ ദാറ്റ് ഈസ് ആക്ടിങ് എലോങ് ദി ടാൻജൻറ്റ്. അപ്പോൾ ഓരോ പോയിന്റിലും ടാൻജൻറ്റിൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് യു ക്യാൻ സീ ദാറ്റ് ദർ ഈസ് ആക്സിലറേഷൻ. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് അബൌട്ട് ദി വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ ആൻഡ് വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദി മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് acceleration experienced by a body in uniform circular motion. Okay, first we have to find the direction of acceleration. ഓക്കെ, ആദ്യം നമുക്ക് ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ നോക്കാം, എന്നിട്ട് പിന്നീട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ ഫോർമുല ഡിറൈവ് ചെയ്യാം. ഓക്കെ, നോക്കൂ നിങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷനും ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളൊരു ഫിഗറാണത്. ശ്രദ്ധിക്കുക. ലെറ്റ്സ് കൺസിഡർ ദാറ്റ് we have an object of mass m moves in a circular path of radius r, ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള ഒരു സർക്കുലർ പാത്തിലൂടെ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡ്. നോക്കൂ, റേഡിയസ് 6, അതുപോലെ സ്പീഡ് v സ്പീഡിൽ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ ഒരു സർക്കുലർ പാത്തിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ലെറ്റ് അറ്റ് എ ഗിവൺ ഇൻസ്റ്റൻറ്റ് എ ബി ദ പൊസിഷൻ ഓഫ് ദി ഒബ്ജക്റ്റ്. ഒരു ഗിവൺ ഇൻസ്റ്റൻറ്റ്, നമ്മൾ മെഷർമെൻറ്റ് തുടങ്ങുന്ന ഇൻസ്റ്റൻറ്റിൽ എ എന്ന് പറയുന്ന പോയിന്റിലൂടെയാണ് ഒബ്ജക്റ്റ് കടന്നു പോകുന്നത്. ആൻഡ് R1 ബി ഇറ്റ്സ് പൊസിഷൻ വെക്റ്റർ. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്നതെന്ന് വെച്ചാൽ ഈ സർക്കിളിൻ്റെ സെൻറ്ററോ ആ സെൻറ്റർ തന്നെ നമ്മൾ ഒറിജിനായിട്ട് സെറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന പോയിന്റിൻ്റെ പൊസിഷൻ വെക്റ്റർ ആവുമല്ലോ R1. നമ്മൾ എങ്ങനെയാണ് പൊസിഷൻ വെക്റ്റർ പറഞ്ഞിരുന്നത്? ഒരു പോയിന്റിൻ്റെ പൊസിഷൻ വെക്റ്റർ ആക്കാൻ ആ പോയിന്റിനെ ഒറിജിനുമായിട്ട് കണക്ട് ചെയ്യുക, എന്നിട്ട് ഒറിജിനിൽ നിന്ന് അങ്ങോട്ടുള്ള ഒരു വെക്റ്റർ, അതാണ് പൊസിഷൻ വെക്റ്റർ. അപ്പോൾ വെക്റ്റർ R1 ഈസ് ദ പൊസിഷൻ വെക്റ്റർ ഓഫ് ദ പോയിന്റ് എ. ആൻഡ് ആഫ്റ്റർ സം ടൈം, ആഫ്റ്റർ ഡെൽറ്റ ടി, ലെറ്റ്സ് കൺസിഡർ ദാറ്റ് ആഫ്റ്റർ എ ടൈം ഡെൽറ്റ ടി എന്ന് പറയുന്ന ടൈം കൊണ്ട് എയിൽ നിന്ന് ഒബ്ജക്റ്റ് എവിടെ എത്തി? ബി എന്ന് പറയുന്ന പൊസിഷനിലെത്തി. ദെർഫോർ പൊസിഷൻ വെക്റ്റർ ചേഞ്ചസ് അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് ഇതാ ഡയറക്ഷൻ മാറി. അതുകൊണ്ട് പൊസിഷൻ വെക്റ്റർ ചേഞ്ചസ് ഫ്രം വെക്റ്റർ R1 ടു വെക്റ്റർ R2. ഓക്കെ, ദെർഫോർ ഫ്രം ദി ട്രയാങ്കുലർ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ നമുക്ക് എന്ത് ചെയ്താൽ പറ്റും? ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ഡെൽറ്റ ആർ ഈസ് ഈക്വൽ ടു വെക്റ്റർ R2 മൈനസ് വെക്റ്റർ R1. ഇതാ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക അല്ലേ? വെക്റ്റർ R2 എന്ന് വെക്റ്റർ R1 മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ നിൽക്കും. നിങ്ങൾ ട്രയാങ്കിൾ ലോ വെച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും അല്ലേ? അതായത് ഈ രണ്ട് വെക്റ്റർ അതിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാവുന്നതാണ്. സംശയമുള്ളവർക്ക് ശ്രദ്ധിക്കുക. വെക്റ്റർ R1 പ്ലസ് ഡെൽറ്റ ആർ അല്ലെ? അക്കോർഡിംഗ് ടു ട്രയാങ്കിൾ ലോ ഈ വെക്റ്ററും ഈ വെക്റ്ററോട് ആഡ് ചെയ്താൽ തേർഡ് സൈഡിൻ്റെ ഓപ്പോസിറ്റ് ഓർഡർ. നോക്കൂ, ഈ വെക്റ്ററും ഈ വെക്റ്ററും ഒരേ ഓർഡറിലാണ്. അപ്പോൾ മൂന്നാമത്തെ സൈഡ് ഓപ്പോസിറ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വെക്റ്റർ സം ഇതിൻ്റെ ഈ രണ്ടെണ്ണത്തിൻ്റെ, അഥവാ വെക്റ്റർ R1 പ്ലസ് ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു വെക്റ്റർ R2. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഡെൽറ്റ ആറിനെ അവിടെ നിർത്തി R1 അങ്ങോട്ട് മാറ്റിയപ്പോൾ ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു വെക്റ്റർ R2 മൈനസ് വെക്റ്റർ R1. അതാണ് ഇത് വെക്റ്റർ R2 മൈനസ് വെക്റ്റർ R1 ഈക്വൽ ടു ദ പൊസിഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ. അപ്പോൾ ചേഞ്ച് ഇൻ പൊസിഷൻ വെക്റ്റർ ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ. അഥവാ ഫൈനൽ പൊസിഷൻ വെക്റ്ററിന് ഇനീഷ്യൽ പൊസിഷൻ വെക്റ്റർ മൈനസ് ചെയ്താൽ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ കിട്ടും. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. എന്ത്? വെൻ ദ ഒബ്ജക്റ്റ് മൂവ്സ് ഫ്രം എ ടു ബി, എയിൽ നിന്ന് ബിയിലോട്ട് ഒബ്ജക്റ്റ് മാറുമ്പോൾ ഈ പൊസിഷൻ വെക്റ്റർ ഒരു പർട്ടിക്കുലർ ആംഗിൾ കവർ ചെയ്യുന്നുണ്ട് അല്ലേ? എത്ര ആംഗിൾ കവർ ചെയ്തു? ഇതാ ഡെൽറ്റ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഈ പൊസിഷൻ വെക്റ്റർ ഇത്രയും ആംഗിൾ കവർ ചെയ്തു. എത്ര ആംഗിൾ? ഡെൽറ്റ തീറ്റ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൊസിഷൻ വെക്റ്ററിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നോക്കൂ, വെൻ ദ ഒബ്ജക്റ്റ് ഈസ് അറ്റ് എ, ലെറ്റ് കൺസിഡർ വെക്റ്റർ V1 ഈസ് ദ വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അറ്റ് എ. ആൻഡ് വെൻ ദ ഒബ്ജക്റ്റ് reaches at the point B, the velocity vector changes to vector V2. ഓക്കെ, എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ടാൻജൻറ്റ് വരയ്ക്കുക. ഓരോ പോയിന്റിലെ വെലോസിറ്റി വെക്ടർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? സർക്കിളിന് ആ പോയിന്റിൽ ടാൻജൻറ്റ് വരയ്ക്കുക. അപ്പോൾ ഈ പോയിന്റിലെ ടാൻജൻറ്റ് ഇങ്ങോട്ട് വരും, ഈ പോയിന്റിൽ ഇങ്ങോട്ട്. അപ്പോൾ ഇങ്ങനെ പോകേണ്ടത് ഇങ്ങോട്ട് മാറി. ദാറ്റ് മീൻസ് വെലോസിറ്റി ചേഞ്ചസ്. പക്ഷേ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിലും വെലോസിറ്റി ചേഞ്ചസ്. അപ്പോൾ ഈ കേസിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാൻ പറ്റും. R1 is equal to magnitude of vector R1 is equal to magnitude of vector R2 is equal to R അല്ലേ? എന്താണത്? റേഡിയസിന് തുല്യമാവും അല്ലേ? സിമ്പിൾ അല്ലേ? ഈ വെക്റ്ററിൻ്റെയും ഈ വെക്റ്ററിൻ്റെയും മാഗ്നിറ്റ്യൂഡ് തുല്യമല്ലേ? ലെങ്ത് തുല്യമല്ലേ? എന്തിന് തുല്യമാണ്? ഈ സർക്കിളിൻ്റെ റേഡിയസിന് തുല്യമാണ്. അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ V1 ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ V2
ഈസ് ഈക്വൽ ടു വി എന്ന് പറയാം, ദാറ്റ് ഈസ് സ്പീഡ്. ഈ രണ്ട് വെക്ടറിൻ്റെയും ലെങ്ത്ത് സെയിം ആണ്, ഒരേ ലെങ്ത്ത് വരക്കണം. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇതേ ലെങ്ത്ത് കൊടുക്കണം, കാരണം കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. എന്ത് മാത്രമേ മാറുന്നുള്ളൂ? ഡയറക്ഷൻ മാത്രമേ മാറുന്നുള്ളൂ. ഓക്കെ, ഈ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ വെക്റ്റർ V1 ഈസ് പെർപെൻഡിക്കുലർ ടു R1. എ എന്ന് പറയുന്ന പോയിന്റിലെ പൊസിഷൻ വെക്ടറും വെലോസിറ്റി വെക്ടറും രണ്ടും 90 ഡിഗ്രിയിലാണ്. അതുപോലെ ബി എന്ന് പറയുന്ന പോയിന്റിലെ പൊസിഷൻ വെക്ടറും വെലോസിറ്റി വെക്ടറും തമ്മിൽ ആംഗിൾ 90 ഡിഗ്രിയിൽ. ഓക്കെ, അപ്പോൾ R1 പെർപെൻഡിക്കുലർ ടു V1, R2 പെർപെൻഡിക്കുലർ ടു V2. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ചേഞ്ച് ഇൻ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറും ഒരേ ഡയറക്ഷനിൽ. അതായത് നമുക്ക് ഇനി ചെയ്യാനുള്ളത് എയിൽ നിന്ന് ബിയിലോട്ട് പോകുമ്പോഴേക്കുള്ള വെലോസിറ്റിയിലെ ചേഞ്ച് ഇൻ വെലോസിറ്റി ഏത് ഡയറക്ഷനിലാണ് നോക്കാം. ഓക്കെ, ദാറ്റ് ഈസ് വി ഹാവ് ടു ഫൈൻഡ് വെക്റ്റർ ഡെൽറ്റ V ഈസ് ഈക്വൽ ടു വെക്റ്റർ V2 മൈനസ് വെക്റ്റർ V1 അല്ലേ. ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടല്ലോ, എയിൽ നിന്ന് ബിയിലോട്ട് പോകുമ്പോഴേക്ക് വെലോസിറ്റി മാറിയിട്ടുണ്ട്. അപ്പോൾ വെലോസിറ്റി ഏത് ഡയറക്ഷനിലാണ് ചേഞ്ച് ചെയ്തത് ആ ഡയറക്ഷനിലായിരിക്കും എന്ത്? ആക്സിലറേഷൻ. ബിക്കോസ് ആവറേജ് ആക്സിലറേഷൻ അല്ലേ, ആവറേജ് ആക്സിലറേഷൻ ഈസ് ആൾവേസ് ആക്ടിങ് along the ഡയറക്ഷൻ ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പോൾ എയിൽ നിന്ന് ബിയിലോട്ട് മൂവ് ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് ഉണ്ടായിട്ടുള്ള ആക്സിലറേഷൻ്റെ വാല്യൂ V1ൻ്റെ ഡയറക്ഷനിലോ V2ൻ്റെ ഡയറക്ഷനിലോ അല്ല. ഏത് ഡയറക്ഷനിലാണ് വരിക? V1ഉം V2ഉം തമ്മിൽ ചേഞ്ച് V2 മൈനസ് V1, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി നിങ്ങൾ വെക്ടോറിയലി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ആ ഡയറക്ഷനിലായിരിക്കും ചേഞ്ച് ഇൻ വെലോസിറ്റി വരിക. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഒന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾ ചെയ്യേണ്ടത് നമുക്കറിയാം R1 പെർപെൻഡിക്കുലർ ടു V1 ആണ്, അതുപോലെ തന്നെ R2 പെർപെൻഡിക്കുലർ ടു V2. അതുകൊണ്ട് തന്നെ ഡെൽറ്റ R എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയും നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഡെൽറ്റ Vയും തമ്മിൽ അതും പെർപെൻഡിക്കുലർ ആയിരിക്കും. R1ഉം V1ഉം പെർപെൻഡിക്കുലർ, R2ഉം V2ഉം പെർപെൻഡിക്കുലർ. അതുകൊണ്ട് ഡെൽറ്റ Vയും ഡെൽറ്റ Rഉം പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ ഈ R1ന് 90 ഡിഗ്രിയിലെ ലൈന് വരയ്ക്കുക. ഡെൽറ്റ R1 നോക്കൂ, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ഡെൽറ്റ R1, അതിന് 90 ഡിഗ്രിയിൽ ഒരു ഡയറക്ഷൻ നോക്കൂ. ഇതിൽ നിങ്ങൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ഫോം ചെയ്യാം. ഓക്കെ, ഈ ഡയറക്ഷനിലാണ് ഡെൽറ്റ V കിട്ടുക. നോക്കാം എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഡയറക്ഷനിൽ ഡെൽറ്റ V വെക്റ്റർ V1 വെക്റ്റർ V2 നമ്മൾ കണ്ടു. ഇനി വെലോസിറ്റി ചേഞ്ച് നമ്മൾ സെപ്പറേറ്റ് കാണാം. ഞാൻ എന്ത് ചെയ്തു? V2നെ ഒന്നും ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്തു, ഇവിടെ കാണിച്ചു. ശ്രദ്ധിച്ചോ, മാഗ്നിറ്റ്യൂഡോ ഡയറക്ഷനോ ചേഞ്ച് ചെയ്യാതെ കാണിച്ചു. ദാറ്റ് ഈസ് വെക്റ്റർ V2. അങ്ങനെ അതേപോലെ ഇതിനെ ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്തു, മാഗ്നിറ്റ്യൂഡോ ഡയറക്ഷനോ ചേഞ്ച് ചെയ്യാതെ V2 വെക്റ്റർ V2 വെക്റ്റർ V1 വെക്റ്റർ V2 വെക്റ്റർ V1. അപ്പോൾ നോക്കാം, R1ഉം V1ഉം പെർപെൻഡിക്കുലറാണ്, R2ഉം V2ഉം പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് എയിൽ നിന്ന് ബിയിലോട്ട് എത്തുമ്പോഴേക്ക് പൊസിഷൻ വെക്ടറിനിടയ്ക്ക് എത്ര ആംഗിൾ ഫോം ചെയ്തു അതേ ആംഗിളാണ് V1ഉം V2നും അക്രോസ് വരിക. പറഞ്ഞാൽ മനസ്സിലായോ? ഒബ്ജക്റ്റ് ഈ പോയിന്റിലാവുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഡെൽറ്റ ടി ടൈം കൊണ്ട് ഇങ്ങോട്ട് മാറി. അപ്പോൾ ഇവിടെ എത്ര ആംഗിൾ ഫോം ചെയ്തു? ഡെൽറ്റ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഫോം ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ വെലോസിറ്റി V1ഉം V2നും ഇടയ്ക്കുള്ള ആംഗിളും അത് തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് ദിസ് ആംഗിൾ ഈസ് ആൾസോ ഈക്വൽ ടു ഡെൽറ്റ തീറ്റ. ഓക്കെ, ഐഡിയ മനസ്സിലായോ? നോക്കൂ, അതായത് ഇപ്പോൾ വേറൊരു പോയിൻ്റ് ഞാൻ മാർക്ക് ചെയ്യാം. ഇതിപ്പോൾ ഈ ഒരു പോയിന്റിലാവുമ്പോൾ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ ഇങ്ങോട്ട് വരും. ഓക്കെ, ഇനി ഒബ്ജക്റ്റ് ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറി വിചാരിച്ചോ. ഇങ്ങോട്ട് മാറുമ്പോൾ പൊസിഷൻ വെക്ടർ ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തു, അതോടുകൂടി ഇതിന് ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ ഈ ഡയറക്ഷൻ വരും. അപ്പോൾ നോക്കൂ, ഈ ഡയറക്ഷനും ഇതും തമ്മിൽ എത്രയാണ് ആംഗിൾ എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാകുന്ന അതേ ആംഗിളാണ് ഈ V1 V2 തമ്മിലുണ്ടാകുന്ന ആംഗിൾ ഈ R1 R2 ഇടയ്ക്കുണ്ടാകുന്ന അതേ ആംഗിൾ വരും. ഓക്കെ, മനസ്സിലായോ? ഇതേ കണ്ടീഷൻ തന്നെ ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളൂ. ശ്രദ്ധിക്കൂ, എന്താണ് ഒബ്ജക്റ്റ് എന്ത് ചെയ്തു? ഒബ്ജക്റ്റ് ഈസ് മൂവിങ് ഫ്രം A to B. എയിലാവുമ്പോൾ ഉള്ള പൊസിഷൻ വെക്ടർ ഇതാണ്. അപ്പോൾ ഉള്ള വെലോസിറ്റി വെക്ടർ ഇത് 90 ഡിഗ്രിയിൽ. ഇനി ഇത് R1 ഇങ്ങോട്ട് പോകുമ്പോൾ R2 ആയി. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര ആംഗിൾ ഫോം ചെയ്തു? ഡെൽറ്റ തീറ്റ ആംഗിൾ കവർ ചെയ്തു. അപ്പോൾ അതേപോലെ തന്നെ V1ഉം V2നും ഇടയ്ക്ക് എത്ര ആംഗിൾ ഫോം ചെയ്തിട്ടുണ്ടാവും? ഡെൽറ്റ തീറ്റ ആംഗിൾ ഫോം ചെയ്തിട്ടുണ്ടാവും. ഇനി നിങ്ങൾ വെക്റ്റർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇത് ചെയ്ത് നോക്കുക. ഏത്? ചേഞ്ച് ഇൻ വെലോസിറ്റി ഡെൽറ്റ V അഥവാ വെക്റ്റർ V2 മൈനസ് വെക്റ്റർ V1. നമുക്കറിയാം വെക്റ്റർ V2 മൈനസ് വെക്റ്റർ V1 എന്തിനു തുല്യമാണ്? വെക്റ്റർ V2 പ്ലസ് മൈനസ് V1 അല്ലേ?
വെക്റ്റർ v2 പ്ലസ് മൈനസ് v1 ചെയ്യുക. അഥവാ വെക്റ്റർ v2നോട് കൂടെ നെഗറ്റീവ് ഓഫ് വെക്റ്റർ v1 ആഡ് ചെയ്യുക. അഥവാ ഇത് വെക്റ്റർ v1 ആകുമ്പോൾ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതല്ലേ വരിക കേട്ടോ. നമുക്ക് ശ്രദ്ധിക്കോ, ഞാൻ ആദ്യം ഒരു പിക്ചർ വരച്ചു, എന്നിട്ട് ഞാൻ v1 മാർക്ക് ചെയ്തു. ഇപ്പോൾ ആരോ മാറ്റിയിട്ട് ഞാൻ അതിനെ മൈനസ് v1 എന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ അക്കോർഡിംഗ് ടു ശ്രദ്ധിച്ചോ, അക്കോർഡിംഗ് ടു ട്രയാങ്കിളിലോ ഈ രണ്ട് വെക്ടർ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, തേർഡ് സൈഡ് ഇൻ ദ റിവേഴ്സ് ഓർഡർ അല്ലേ. അതായത് ഈ ഡയറക്ഷൻ ഇത് this will be the third vector, that is the resultant vector, that is delta v is equal to minus v1 plus v2 minus v1 plus v2 എന്നാണ്. മൈനസ് v1 plus v2 എന്നാലാണ് v2 minus v1. therefore this will be equal to v2 minus v1. ആ ഡയറക്ഷനിലാണ് നമുക്ക് ആക്സിലറേഷൻ വരിക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടോ നോക്കൂ. ഓക്കെ, ഇനി ഞാനിത് അങ്ങോട്ട് തന്നെ മാറ്റി വയ്ക്കുകയാണ്, ശ്രദ്ധിച്ചോ. ഓക്കെ, v2 ക്ലിയർ ചെയ്യൂ. എന്താണ് നമ്മളെന്താ ചെയ്തത്, വി ഹാവ് ആൻ ഒബ്ജക്റ്റ് ഇസ് മൂവിങ് ഇൻ എ സർക്കുലർ പാത്ത്. അങ്ങനെ ഒരു ഇൻസ്റ്റൻറ്റിൽ എയിലെത്തി, ഡെൽറ്റ ടി ടൈം കൊണ്ട് എയിൽ നിന്ന് ബിയിലെത്തി, വെലോസിറ്റി v1 ഉള്ള v2 ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ചേഞ്ച് കാണാനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വെലോസിറ്റി ചേഞ്ച് എങ്ങനെ കണ്ടെത്തി? വെലോസിറ്റി ചേഞ്ച് കാണാൻ നമ്മൾ ഈ ആംഗിളിനെ ബൈസെക്ട് ചെയ്ത് കറക്റ്റ് മിഡിലൂടെ ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് വരച്ചു, ഇതിന് ഡെൽറ്റാറിന് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. എന്നിട്ട് വെക്റ്റർ v1ഉം v2നെയും മാഗ്നിറ്റ്യൂഡോ ഡയറക്ഷനോ ചേഞ്ച് ചെയ്യാതെ ഇവിടെ കൊണ്ടുവന്നു. എന്നിട്ട് ഇതേ ആംഗിളാണ് ഈ പൊസിഷൻ വെക്ടറിന് ഇടയ്ക്കുള്ള ചേഞ്ച്, അഥവാ ആംഗിൾ എത്രയാണോ അതേ ആംഗിൾ തന്നെയായിരിക്കും വെലോസിറ്റി വെക്റ്റേഴ്സിന് ഇടയ്ക്കുള്ള ആംഗിൾ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ട്രയാംഗിളിലോ വെച്ചിട്ട് വെലോസിറ്റി v2 മൈനസ് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി കണ്ടെത്തി. ആ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി അഥവാ ഡെൽറ്റ v ഇസ് ഈക്വൽ ടു v2 മൈനസ് v1 ഏത് ഡയറക്ഷനിലാണ് കണ്ടെത്തി, ആ ഡയറക്ഷനിലായിരിക്കും ആക്സലേഷൻ. ഇത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. കർവ്ഡ് പാത്തിലൂടെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ ആക്സലേഷൻ ഡയറക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി നമ്മളിപ്പോൾ ഫോം ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എയിൽ നിന്ന് ബിയിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ആവറേജ് ആക്സലറേഷൻ ഈസ് ആക്ടിങ് ഇൻ ദിസ് ഡയറക്ഷൻ. അതാ ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ അതേ ഡയറക്ഷനിൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാണ് ആവറേജ് ആക്സലറേഷൻ, ദാറ്റ് ഈസ് ആക്ടിങ് ഇൻ ദിസ് ഡയറക്ഷൻ. ആൻഡ് ദിസ് ഈസ് യു ക്യാൻ സി ദാറ്റ് ദിസ് ആക്സലറേഷൻ ഈസ് ആക്ടിങ് ടുവാർഡ്സ് ദി സെൻറ്റർ. ഉണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് ഈ ആക്സിലറിന് ഒരു സ്പെഷ്യൽ നെയിം ഉണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് എന്താണ്, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഓർ ആൾസോ നോൺ ആസ് സെൻറ്റർ സീക്കിംഗ്. സെൻട്രിപെറ്റൽ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് സെൻറ്റർ സീക്കിംഗ് ആണ്, സെൻറ്ററിലോട്ടാണ് അത് ആക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്നു. ഇത് നിങ്ങൾ ഇതേപോലെ വേറെ 2 പോയിൻ്റ് എടുത്തിട്ട് ഇതേ മെത്തേഡിൽ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വീണ്ടും കാണാൻ പറ്റും, ടു ആൾവേസ് ആക്ടിങ് ടുവാർഡ്സ് ദ സെൻറ്റർ. അങ്ങനെ സെൻറ്ററിലോട്ടാണ് ആക്ട് ചെയ്യുക. ദെർഫോർ ദാറ്റ് ആക്സിലറേഷൻ ഈസ് നോൺ ആസ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് യു മീൻ ബൈ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ ചെയ്യാം? ഇറ്റ് ഈസ് ദ ആക്സിലറേഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ എ ബോഡി ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ. യൂണിഫോം സർക്കുലർ മോഷനുള്ള ഒരു ബോഡിക്ക് അതിൻ്റെ സർക്കിളിൻ്റെ സെൻറ്ററിലോട്ട് ആക്ട് ചെയ്യുന്ന ആക്സിലറേഷന് പറയുന്ന പേരാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. Okay, what is the direction of centripetal acceleration? Always towards the center. What is the direction of instantaneous velocity? Along the tangent at that point. Okay. അപ്പോൾ നമ്മൾ സെൻട്രിപെറ്റൽ ആക്സിലേഷൻ എന്ന് പറയുന്നത്, അപ്പോൾ നോക്കൂ, യൂണിഫോം സർക്കുലർ മോഷനുള്ള ഒരു ബോഡിക്ക് സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് പോലും ആക്സിലേഷൻ കിട്ടുകയാണ്. ആക്സിലേഷൻ്റെ ഡയറക്ഷൻ ഇപ്പോൾ നമ്മൾ കണ്ടു. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യുക മീൻസ് അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ ആ ഒബ്ജക്റ്റിൻ്റെ സ്പീഡും അതുപോലെ എത്ര റേഡിയസ് ഉള്ള സർക്കിളിലാണ് മൂവ് ചെയ്യുന്നത് തന്നു കഴിഞ്ഞാൽ, അഥവാ റേഡിയസും സ്പീഡും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് we have to find the magnitude of centripetal acceleration. You know, centripetal acceleration is the instantaneous acceleration experienced by a body in uniform circular motion. നമ്മൾ എ ടു ബി മൂവ് ചെയ്തെടുത്ത ടൈം ഡെൽറ്റ ടി ആണ് എടുത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് ശരിക്കും ആവറേജ് ആക്സിലേഷനാണ്. അപ്പോൾ അതിൻ്റെ ടൈം ഇൻ്റർവൽ നമ്മൾ റെഡ്യൂസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആവറേജ് ആക്സിലേഷൻ ബിക്കം ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലേഷൻ. ദെർഫോർ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലേഷൻ ഈസ് ഗിവൺ ബൈ A is equal to vector A is equal to limit delta t tends to 0 delta v by delta t. നമ്മൾ കർവ്ഡ് മോഷനിൽ എങ്ങനെയാണ് പിന്നെ ആക്സലേഷൻ വെലോസിറ്റി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മളിതിന്
മുന്നേ ഉള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റിൽ ആക്സിലറേഷൻ കിട്ടാൻ ഒരു ഇൻസ്റ്റൻറ്റിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി കാണാം. അതായത് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഓക്കെ, അപ്പോൾ ഈ കേസിൽ ഇതാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. നമുക്കിതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് വേണ്ടത്. ദെർഫോർ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഈസ് ഗിവൺ ബൈ, നമുക്ക് ഇങ്ങനെ ഒരു സിമ്പിൾ കൊടുക്കുക, എ സി. മാഗ്നിറ്റ്യൂഡ് എ സി ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് 0 മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഓക്കെ, അതാണ് ഞാൻ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്, ഈ ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്തുക. അപ്പോൾ ഇവിടെ വെക്ടറായിട്ടുള്ളത് ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇനി നോക്കാം നിങ്ങൾ. ലെറ്റ്സ് കൺസിഡർ വി ഹാവ് എ ട്രയാങ്കിൾ ഒ എ ബി ആൻഡ് ഞാൻ ഈ വെലോസിറ്റി അഥവാ പൊസിഷൻ വെക്ടറുകളും ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറും തമ്മിൽ ഫോം ചെയ്ത ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിനെ ഒ എ ബി എന്ന് പറയുന്നു. അതേപോലെ വെലോസിറ്റി വെക്ടേഴ്സും ചേഞ്ച് ഇൻ വെലോസിറ്റിയും തമ്മിൽ ഫോം ചെയ്തൊരു വെക്ടറിന് ഞാൻ പി ക്യു ആർ എന്ന് പറയാം, പി ക്യു ആർ. ഓക്കെ, അപ്പോൾ വി ഹാവ് ടു ട്രയാങ്കിൾസ്, ട്രയാങ്കിൾ ഒ എ ബി ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ. ഈ രണ്ട് ട്രയാങ്കിളും നോക്കൂ, ഏതൊക്കെയാണ് ട്രയാങ്കിൾ? ട്രയാങ്കിൾ ഒ എ ബി ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ. പി ക്യു ആർ ആർ സിമിലർ ട്രയാങ്കിൾ. എന്തുകൊണ്ടാണ് അത് സിമിലർ ട്രയാങ്കിൾ ആയത്? ബിക്കോസ് ദിസ് ആംഗിൾ ഈസ് സെയിം ഫോർ ബോത്ത് ആംഗിൾ അല്ലേ, ഡെൽറ്റ തീറ്റ. ഈ ട്രയാങ്കിൾ, രണ്ട് ട്രയാങ്കിളിലും ഈ ആംഗിൾ സെയിം ആണ്. ഏത് ആംഗിൾ? ഇവിടെ എ ഒ ബി അഥവാ ഡെൽറ്റ തീറ്റ, ഇവിടെയും ആംഗിൾ ഡെൽറ്റ തീറ്റ. ഓക്കെ, അപ്പോൾ സിമിലർ ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് മാത്സിൽ നമ്മൾ പഠിച്ചതാണ്. കറസ്പോണ്ടിങ് സൈഡ് റേഷ്യോ ഈക്വലൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് സൈഡ് റേഷ്യോ എടുത്ത് നോക്കൂ. ഏതാണ്? ഡെൽറ്റ ആർ ബൈ ആർ. ഡെൽറ്റ ആർ ബൈ ആർ ഇസ് ഈക്വൽ ടു കറസ്പോണ്ടിങ് ഡെൽറ്റ വി ബൈ വി. മനസ്സിലാക്കുക എന്താണ് ഉദ്ദേശിച്ചത് വെച്ചാൽ, ഡെൽറ്റ ആർ മാഗ്നിറ്റ്യൂഡ് ബൈ വെക്റ്റർ R1 ഇസ് ഈക്വൽ ടു ഡെൽറ്റ വി മാഗ്നിറ്റ്യൂഡ് ബൈ V1. അതിനെ ഒന്ന് മാറ്റി എഴുതാം. നോക്കൂ, എന്താണ് പറഞ്ഞ് മനസ്സിലാക്കൂ. എന്താണ് ഈ ട്രയാങ്കിളിൽ ഡെൽറ്റ ആർ ബൈ R1 അഥവാ ഈ ഒരു ഒ എ ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ, ആ ഒ എ ബി എന്ന് പറയുന്ന ട്രയാങ്കിളിലെ ഒരു സൈഡ് ഡെൽറ്റ ആർ, അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ് ഇവിടെ ഏതാണ് വരിക? ഇത്. ഇവിടെ R1 എന്ന് പറയുന്ന സൈഡ്, അതിന് കറസ്പോണ്ടിങ് ഇവിടെ V1. ഇവിടെ R2 എന്ന് പറയുന്ന സൈഡ്, അതിന് കറസ്പോണ്ടിങ് സൈഡ് ഇവിടെ V2. അപ്പോൾ കറസ്പോണ്ടിങ് സൈഡ് റേഷ്യോ വരുമ്പോൾ ഡെൽറ്റ ആർ ബൈ R1, അതാണ് ഞാൻ എഴുതിയത്. ഡെൽറ്റ ആർ ബൈ R1 ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ V1. ഇപ്പോൾ നമ്മൾ മാഗ്നിറ്റ്യൂഡുകൾ മാത്രമാണ് ഡിസ്കഷന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, ദറ്റ് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽറ്റ R1 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് R1 R2 ഒക്കെ തുല്യമാണ്, റേഡിയസിന് തുല്യമാണ്, ഈക്വൽ ടു ആർ ബൈ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി, ഞാൻ അങ്ങനെ തന്നെ ഇട്ടു, ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് V1. മാഗ്നിറ്റ്യൂഡ് ഓഫ് V1 ആയാലും V2 ആയാലും ഒക്കെ സ്പീഡിന് തുല്യമാണ്. ദെർഫോർ വി എന്ന് എഴുതി. ഓക്കെ, ദെർഫോർ ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? മാഗ്നിറ്റ്യൂഡ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി, ഇതിനെ മാത്രം എഴുതി ഈ വീനെ അങ്ങോട്ട് മാറ്റിയാൽ വി ബൈ ആർ ഇൻറ്റു ഡെൽറ്റ ആർ എന്ന് വരും. മനസ്സിലായോ? സ്റ്റെപ്സ് മനസ്സിലാക്കുക കേട്ടോ. ഡെൽറ്റ വി സ്റ്റെപ്സ് മനസ്സിലാക്കുക. ഡെൽറ്റ വി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു വി ബൈ ആർ ഇൻ ഡെൽറ്റ ആർ. നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ ഡിഫൈനിങ് ഇക്വേഷൻ ആണ്. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് പിന്നെ യൂണിഫോം സർക്കുലർ മോഷനുള്ള ഒരു ബോഡിക്ക് സെൻട്രലോട്ട് ആക്ട് ചെയ്യുന്ന കോൺസ്റ്റൻറ്റ് ആക്സിലേഷനാണ് അല്ലേ. വാല്യൂ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കോൺസ്റ്റൻ്റ് ഉള്ളൂ. അപ്പോൾ സെൻട്രിപെറ്റൽ ആക്സിലേഷൻ എന്ന് പറയുന്നത് യൂണിഫോം സർക്കുലർ മോഷനുള്ള ബോഡിക്ക് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആക്സിലേഷനാണ്. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലേഷനുള്ള ഫോർമുല എഴുതി. ഓക്കെ, അതിന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ ഓൾറെഡി കിട്ടി, ഇനി മാഗ്നിറ്റ്യൂഡാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് മാഗ്നിറ്റ്യൂഡിൻ്റെ സിമ്പിൾ ഇട്ടു. മാഗ്നിറ്റ്യൂഡ് ഓഫ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് 0 മാഗ്നിറ്റ്യൂഡ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഇനി ഇവിടുത്തെ ഈ ഡെൽറ്റ വിക്ക് നമ്മൾ ഈ രണ്ട് ഫിഗർ നോക്കിയിട്ട്, ഏത് ഫിഗർ? ഈ രണ്ട് ഫിഗർ രണ്ട് ട്രയാങ്കിൾ നോക്കിയിട്ട് ഡെൽറ്റ വിക്ക് വാല്യൂ കണ്ടെത്തിയിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഡെൽറ്റ വിക്ക് ഇക്വേഷൻ കിട്ടിയത്, അഥവാ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ 1. ഈ 2 ഇക്വേഷൻ 1 കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, മനസ്സിലാണ്ടല്ലോ? ഓക്കെ, therefore centripetal acceleration value is equal to limit delta t tends to 0. delta v യുടെ വാല്യൂ ഇവിടെ കൊടുക്കുക. delta v is equal to v by r into delta r
ബൈ ഇവിടെ ബാക്കി ബൈ ഡെൽറ്റ ടി അല്ലേ. വിയും സ്പീഡും റേഡിയസും കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് അതിൽ ലിമിറ്റിംഗ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. ദെർഫോർ ഈക്വൽ ടു വി ബൈ ആർ ഇൻറ്റു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി അല്ലേ. ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്കിവിടെ മാഗ്നിറ്റ്യൂഡ് കൊടുക്കാം ഡെൽറ്റ ആർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി ഇടാം. ആ ശ്രദ്ധിക്കുക, ആ വാല്യൂ ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. ഓക്കെ, ദെർഫോർ നമുക്ക് എന്ത് കിട്ടണം? ഈക്വൽ ടു വി ബൈ ആർ ഇൻറ്റു ലിമിറ്റ്. ഇനി ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ടേം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ 2 ഡയമെൻഷണൽ മോഷനിൽ പൊസിഷൻ വെക്റ്റർ, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ, വെലോസിറ്റി വെക്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വരുന്ന ഒരു ക്വാണ്ടിറ്റിയാണത് എന്ത്? ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് 0 ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്താണ്? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിക്ക് തുല്യമാണ് അല്ലേ. വെലോസിറ്റി അറ്റ് ഇൻസ്റ്റൻറ്റ് ചേഞ്ച് ഇൻ പൊസിഷൻ വെക്റ്റർ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറാണ് വെലോസിറ്റി. അത് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് 0 വെച്ച് എഴുതുമ്പോൾ അത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയാണ്. ഇവിടെ മാഗ്നിറ്റ്യൂഡും കൂടെ ഉണ്ടായതുകൊണ്ട് അത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡാണ്. ഈ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ സർക്കുലർ മോഷനുള്ള ഒരു ബോഡിയുടെ സ്പീഡാണ്. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണ്, മാഗ്നിറ്റ്യൂഡ് സ്പീഡ്. ദെർഫോർ ദിസ് വാല്യൂ അല്ലേ, ഇതെന്തിന് തുല്യമാണ്? സ്പീഡിന് തുല്യമാണ്. ദെർഫോർ വി ബൈ ആർ മനസ്സിലാണ്ടല്ലോ, വി ബൈ ആർ ഇൻറ്റു ദിസ് വിൽ ബി ഈക്വൽ ടു സ്പീഡ്. മാഗ്നിറ്റ്യൂഡിൻ്റെ ഡിസ്കഷൻ ആയതുകൊണ്ട് നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതിയുള്ളൂ, അതുകൊണ്ട് സ്പീഡ്. ദെർഫോർ എന്താണ് ഫൈനൽ ആൻസർ? ശ്രദ്ധിക്കൂ, എക്സ്പ്രഷൻ ഫോർ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ എ ബോഡി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു വി അല്ലേ, വി ഇൻറ്റു വി, വി സ്ക്വയർ ബൈ ആർ. ദാറ്റ് ഈസ് എക്സ്പ്രഷൻ ഫോർ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഈസ് ഗിവൺ ബൈ A is equal to centripetal acceleration AC is equal to V square by R. ഈ നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ഫോർമുലയാണ്. എക്സ്പ്രഷൻ ഫോർ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ എ ബോഡി ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ. അപ്പോൾ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഡിപ്പെൻഡ്സ് ഓൺ സ്പീഡ് ഓഫ് ദ ബോഡി ആൻഡ് റേഡിയസ് ഓഫ് സർക്കുലർ പാത്ത്. ഓക്കെ, അപ്പോൾ വളരെ റേഡിയസ് കുറവുള്ള ഒരു പാത്തിലൂടെ, വളരെ സ്മാൾ സർക്കിളിലൂടെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ റിക്വേർഡ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ കൂടുതലാണ്. കൂടുതൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് അല്ലെങ്കിൽ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ കിട്ടിയാൽ അതിനെ പാത്ത് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. റേഡിയസ് കുറവുമ്പോൾ ഇഫ് ദ റേഡിയസ് ഈസ് ലോ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഈസ് ഹൈ. അതുപോലെ തന്നെ ഹൈ സ്പീഡിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ ഡയറക്ഷനും ഡിസ്കസ് ചെയ്തു. ഓക്കെ, ആദ്യം നമ്മൾ ഡയറക്ഷനാണ് ഡിസ്കസ് ചെയ്ത്. ഡയറക്ഷൻ ഈസ് ആക്ടിങ്. നമ്മൾ എന്താ ചെയ്തത്? 2 ഇൻസ്റ്റൻറ്റിലുള്ള പൊസിഷൻ മാർക്ക് ചെയ്തു, എന്നിട്ട് വെലോസിറ്റി ചേഞ്ച് എടുത്തോട്ടോ. അത് ശ്രദ്ധിക്കാട്ടോ, ഇവിടെ എങ്ങനെയാണ് ഈ ട്രയാങ്കിൾ വരച്ചത് ശ്രദ്ധിക്കുക. ഈ V1 വെക്റ്റർ V1നെ മാഗ്നിറ്റ്യൂഡോ ഡയറക്ഷനോ ചേഞ്ച് ചെയ്യാതെ ഞാൻ അങ്ങോട്ട് വന്നു. അതേ ഇതിന് പാരലാണിത്, അതേപോലെ തന്നെ ഇതിന് പാരലാണ് ഇത് V2 V2. എന്നിട്ട് നമ്മൾ ട്രയാങ്കിളോ വെച്ചിട്ട് വെലോസിറ്റിയിലെ ചേഞ്ച് എടുത്തു. ആ വെലോസിറ്റി ചേഞ്ച് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ദാറ്റ് വെലോസിറ്റി ചേഞ്ച് ഈസ് ആക്ടിങ് ടുവാർഡ്സ് ദി സെൻറ്റർ, ദാറ്റ് ഈസ് ആക്സിലറേഷൻ ഈസ് ആക്ടിങ് ടുവാർഡ്സ് ദ സെൻറ്റർ. അതുതന്നെയാണ് നമ്മൾ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ കണ്ടു എന്ത്? ഇറ്റ്സ് വാല്യൂ ഈസ് ഗിവൺ ബൈ എ സി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ, വേർ വി ഈസ് ദ സ്പീഡ് അല്ലേ, കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് മൂവ് ചെയ്യുന്ന. ആ സ്പീഡിൻ്റെ വാല്യൂ ആണ് വി ആൻഡ് ആർ ഈസ് ദ റേഡിയസ് ഓഫ് ദി സർക്കുലർ പാത്ത്. എ സി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. ഓക്കെ, നോക്കൂ. നെക്സ്റ്റ് ഈ ഒരു സെക്ഷനിൽ സ്ഥിരമായിട്ട് ചോദിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഈസ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എ കോൺസ്റ്റൻറ്റ് വെക്റ്റർ? സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഒരു കോൺസ്റ്റൻറ്റ് വെക്റ്ററാണോ എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളെ കയ്യിലിപ്പോൾ ഐഡിയ എന്തൊക്കെയാണ്? ഒരു യൂണിഫോം സർക്കുലർ മോഷനുള്ള ബോഡിയിൽ വെലോസിറ്റി ഈസ് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് മോഷൻ. സ്പീഡ് ഈസ് എ കോൺസ്റ്റൻറ്റ് അല്ലേ. സ്പീഡ് കോൺസ്റ്റൻ്റ് ആയാലും ആക്സിലറേഷൻ ഉണ്ട്. അതിൻ്റെ കാരണം വെലോസിറ്റി കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ഡ്യൂ ടു ചേഞ്ച് ഇൻ ഡയറക്ഷൻ. ഓക്കെ, ആ ആക്സിലറേഷൻ്റെ വാല്യൂ നമ്മൾ കണ്ടു, ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. ദാറ്റ് ഈസ് നോൺ ആസ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആൻഡ് ഈസ് ആൾവേസ് ആക്ടിങ് ടുവാർഡ്സ് ദ സെൻറ്റർ അല്ലേ. അപ്പോൾ ഇവിടെ സെൻട്രിപെറ്റൽ യൂണിഫോം സർക്കുലർ മോഷനുള്ള ബോഡിയിൽ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ടാൻജൻ, അതുപോലെ തന്നെ ആക്സിലറേഷൻ ഈസ് ആക്ടിങ് ടുവാർഡ്സ് ദി നോർമൽ കേട്ടോ. അപ്പോൾ ആക്സിലറേഷന് ഇങ്ങോട്ട്, വെലോസിറ്റി ഇങ്ങോട്ട്. ഇപ്പോൾ ഇവിടെ വെലോസിറ്റി അലോങ് ദ ടാൻജൻറ്റ്, ഞാൻ അതിനെ V2 എന്ന് പറയുകയാണ്. അപ്പോൾ ഈ സമയത്ത് ആക്സിലറേഷൻ ഈസ് ആക്ടിങ് ടുവാർഡ്സ് ദ സെൻറ്റർ. ഇവിടെ വെലോസിറ്റി V3 എന്ന് പറയുന്ന വെലോസിറ്റി ദാറ്റ് ഈസ് ആക്ടിങ് അലോങ് ദ ടാൻജൻറ്റ്. ആ സമയത്ത് നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് അബൌട്ട് ദി ആക്സിലറേഷൻ എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ആൾവേസ് ആക്ടിങ് ടുവാർഡ്സ് ദി സെൻറ്റർ. അപ്പോൾ ആക്സിലറേഷൻ ഈസ് ആൾവേസ് ടുവാർഡ്സ് ദി സെൻറ്റർ. ഇവിടെ ആണെങ്കിൽ ഇങ്ങോട്ട് ആക്സിലറേഷൻ. ഇവിടെ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ചോദിച്ചാൽ അലോങ് ദി ടാൻജൻറ്റ്.
V1 V2 V3 V1 V2 V3 ഇങ്ങനെ മനസ്സിലായോ? അപ്പോൾ ആക്സലേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഏത് പോയിന്റ് ചോദിച്ചാലും ആക്സലേഷൻ ഈസ് ടുവാർഡ്സ് ദ സെൻറ്റർ. അപ്പോൾ അതുകൊണ്ട് ആക്സലേഷൻ ഒരു കോൺസ്റ്റൻറ്റ് വെക്ടർ ആണോ? ടുവാർഡ്സ് ദ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരേ ഡയറക്ഷൻ എന്നാണോ അർത്ഥം? അല്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു വെക്റ്റർ കോൺസ്റ്റൻ്റ് ആവണമെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആവണം, അതുപോലെ ഡയറക്ഷന് ചേഞ്ച് ചെയ്യാൻ പാടില്ല, ഒരേ ഡയറക്ഷനിലും ആക്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് കിട്ടി ആക്സിലറേഷൻ. ഏത് ആക്സിലറേഷൻ? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഈസ് ഗിവൺ ബൈ v²/r. വാട്ട് ഈസ് v? v ഈസ് ദ സ്പീഡ്. അപ്പോൾ സ്പീഡ് ഇവിടെ ഓക്കെ, സ്പീഡ് മാറുന്നില്ല, റേഡിയസ് സർക്കുലർ പാത്തിൻ്റെ റേഡിയസും മാറുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് മനസ്സിലാക്കാം? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് അഥവാ മാഗ്നിറ്റ്യൂഡ്, അല്ലേ, വാല്യൂ നമുക്ക് അങ്ങനെ പറയാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ വെക്റ്റർ ഈസ് എ കോൺസ്റ്റൻറ്റ്. വാട്ട് അബൌട്ട് ദി ഡയറക്ഷൻ? ഡയറക്ഷൻ നോക്കൂ, ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ ആൾവേസ് ടുവാർഡ്സ് ദി സെൻറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ആൾവേസ് ആക്ടിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ എന്നാണോ? അല്ല. ഇൻ സെയിം ഡയറക്ഷൻ ആവണമെങ്കിൽ നോക്കൂ, സെയിം ഡയറക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് വരണം, ഇവിടെയാണെങ്കിൽ ഇങ്ങോട്ട് വരണം, ഇവിടെയാണെങ്കിൽ ഇങ്ങോട്ട് വരണം, ഇവിടെയാണെങ്കിൽ ഇങ്ങോട്ട് വരണം, ഇവിടെയാണെങ്കിൽ ഇങ്ങോട്ട് വരണം, ഒക്കെ ഒരേ ഡയറക്ഷൻ. ഇതിനെയാണ് ഒരേ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ആക്സിലേഷൻ ഇങ്ങനെയാണോ ആക്ട് ചെയ്യുന്നത്? അല്ല. ഇവിടെയാണെങ്കിൽ ഇങ്ങോട്ട്, ഇവിടെയാണെങ്കിൽ ഇങ്ങോട്ട്, ഇവിടെയാണെങ്കിൽ ഇങ്ങോട്ട്, ഇവിടെയാണെങ്കിൽ ഇങ്ങോട്ട്, ഇങ്ങനെ ആൾവേസ് ആക്ടിങ് ടുവാർഡ്സ് ദ സെൻറ്റർ എന്ന് അർത്ഥം. അതിനർത്ഥം ഒരേ ഡയറക്ഷനിൽ നിന്നല്ല. അപ്പോൾ ആക്സിലേഷൻ്റെ ഡയറക്ഷൻ സെയിം അല്ല, അതുകൊണ്ട് ആക്സിലേഷൻ ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ് വെക്റ്റർ. ഈ സെൻട്രിപെറ്റൽ ആക്സിലേഷൻ ഈസ് എ കോൺസ്റ്റൻറ്റ് വെക്റ്റർ? നോ. ആണോ? ആക്സിലേഷൻ ഒരു കോൺസ്റ്റൻറ്റ് വെക്റ്റർ അല്ല, ബിക്കോസ് ഇറ്റ്സ് ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് ആൻഡ് ഈസ് ആൾവേസ് ആക്ടിങ് ടുവാർഡ്സ് സെൻറ്റർ. മാഗ്നിറ്റ്യൂഡ് ചോദിച്ചാൽ ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് സെൻട്രിപെറ്റൽ ആക്സിലേഷൻ ഈസ് എ കോൺസ്റ്റൻറ്റ്, ബട്ട് ഡയറക്ഷൻ ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്. ഡയറക്ഷൻ ഈസ് ആൾവേസ് ആക്ടിങ് ടുവാർഡ്സ് ദ സെൻറ്റർ എന്ന് മനസ്സിലാക്കുക. ഓക്കെ.